അപ്പൊ ഞാൻ വിളിക്കണത് ലോലിറ്റ. ലോലിറ്റ ഏത് കാറ്റഗറിയിലാ? ഇഷ്ടമുള്ള അനിയത്തി കൊച്ചു. ലൈക്കില്. ഓക്കെ. ഡിസ്ലൈക്ക് ആരെയാ? ഡിസ്ലൈക്ക് പ്രതീക്ഷിക്കാത്ത ഒരാളാണ്, പക്ഷെ എന്റെ വ്യക്തമായ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം. അഫി. ഫസ്റ്റ് ലോലിറ്റ സിംഗപ്പെണ്ണ് ഞാൻ പറയുള്ളൂ. കാരണം നല്ല ക്യാരക്ടറാണ്. എനിക്കറിയാത്ത അറിവ് മൊത്തം കൊച്ചിനുണ്ട്. എനിക്ക് 19 വയസ്സായി. ഈ 19 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് ഞാൻ കുറെ അറിവുകൾ പഠിക്കണം, ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട്. എന്ത് ചോദിച്ചാൽ ഈ കൊച്ചിന് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. മാത്രമല്ല നല്ല ഗെയിം പ്ലെയർ ആണ്, സ്വീറ്റി ആണ്, അടിപൊളിയാണ്. ആ കൊച്ചിനെ കൊണ്ട് അഫി ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അഫിയാണ്. മച്ചാനെ കൊച്ചിക്കാരോട് ഷോട്ട് ഉണ്ടാന്ന് നോക്കി, അതുണ്ടാന്ന് നോക്കി, ഏത് കൊച്ചിക്കാരോട് നമ്മളെ ഷോട്ട് ഉണ്ടാന്ന് നോക്കി എനിക്ക് മനസ്സിലാവുള്ളത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അഫിയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്റെ ഉമ്മച്ചിക്കുട്ടി നിന്നെ എന്ത് മോളോടൊന്നും ചോദിക്കാൻ തോന്നൂല. കണ്ട കൊച്ചിക്കാരനേക്കാൾ അപ്പുറം കൊച്ചി ഞാൻ കണ്ടവനാ. മനസ്സിലായില്ലേ? ഒരു കൊച്ചിക്കാരൻ്റെ അടുത്ത് ഒരാൾ പൂട്ടി പറഞ്ഞ സാധനം ചോദിക്കൂല. അതെങ്ങനെയാണ് രൂപം കണ്ടിട്ടാ. അപ്പൊ എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എന്റെ നല്ല നല്ല പെങ്ങളാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മച്ചിക്കുട്ടിയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ചേട്ടൻ നല്ലൊരു ഒബ്സർവർ അല്ല. ഇപ്പൊ എനിക്ക് ചേട്ടന്റെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചേട്ടൻ ഒരു നിമിഷം കൊണ്ട് ഇട്ടും. എന്റെ കൊച്ചിയില്, എന്റെ മട്ടാഞ്ചേരിയില്, എന്റെ കൊച്ചിയിലുള്ള ആൾക്കാര് അഫ്യനാസിനോട് വന്നിട്ട് സാധനം കയ്യിലുണ്ടോ അല്ലെങ്കിൽ സ്റ്റഫ് എടുക്കാനുണ്ടോ, എന്റെ നാട്ടുകാരെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ നാട്ടുകാരെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ പല ആൾക്കാരെ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ ഇത് ഒബ്സർവ് ചെയ്ത രീതി, ബാഡ് ഒബ്സർവർ. അഫിയ അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്യൂക്ക് അഫിയ അല്ലല്ലോ. അപ്പൊ ഇല്ല, ഞാൻ പറയണി പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചോ. അഫിയ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും രാജേഷിന്റെ പ്യൂക്ക് പിക്ക്? സോന. റീസൺ ഓക്കെ. അഫിയക്ക് മാത്രം ഇവിടെ നിൽക്കാം, ബാക്കി രണ്ടുപേർക്കും സീറ്റിൽ പോവാം. അഫിയ ഏത് രണ്ട് വ്യക്തികളെയാ വിളിക്കുന്നത്? ആദ്യം ഇഷ്ടമല്ലാത്തവർ വിളിക്കാം. ഞാൻ പോയി വിളിച്ചോട്ടെ. വിളിച്ചോണ്ട് തന്നെ വരണം. ഐ ലൈക്ക് ഷിബിന. ആ വരവൊക്കെ നോക്കി എന്ത് ഭംഗിയാലെ കാണാൻ. ലുക്കാണ് വീഴാൻ കാര്യം. ഷിജിൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ടോപ്പ് 12 ഷിജിൻ വന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഫീൽ ചെയ്ത കാര്യമാണ്. ഷിജിൻ എങ്ങനെ 12 എത്തി, ഈ 12 ഏത് നമ്പർ ആയാലും ഷിജിൻ എങ്ങനെ എത്തി എന്ന് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ ഷിജിനെ നോട്ട് ചെയ്ത ആളാണ്. ആദ്യത്തെ ദിവസം ഞാൻ ഈ ആളെ കണ്ടപ്പോൾ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡള്ളായിട്ട് ഇങ്ങനെ കുറച്ചേരി ഇരിക്കുക, എന്നിട്ട് ആൾക്കാർ വന്ന് ചോദിക്കണം, അയ്യോ എന്ത് പറ്റി ഷിജിനെ, എന്ത് പറ്റി? അപ്പൊ ഷിജിൻ പറയും, എടാ ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഈ കൈ കൊണ്ടുള്ള ആക്ഷൻ ഒക്കെ കാണണം. എന്നിട്ട് ഇങ്ങനെ തല കുനിച്ച് കുറച്ചു നേരം ഇരിക്കും. അപ്പൊ വി റിയലി തോട്ട് ഹി ഈസ് റിയലി ജെനുവിൻ. പക്ഷേ ആള് ജെനുവിൻ അല്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ പറയുന്ന ആളുടെ ഡിപ്രഷനിലേക്ക് പോക്കോ, ഈ പറയുന്ന ഫീലിങ്സ് മാറി നിൽക്കണതോ ഞാൻ കണ്ടിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ആൾ ഇപ്പൊ ടോപ്പ് 12 വന്നേ. പക്ഷേ ആള് പറഞ്ഞ പോലെ ആള് ഡിപ്രഷൻ കാണിക്കണതെല്ലാം ഇറ്റ്സ് റിയലി റിയലി ഫേക്ക്. കോട്ട് കുത്തി കീറരുത്. ഞാൻ കുറെ ടീമിൽ വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോ നിങ്ങൾക്ക് ഏതാണ്ടാ പാട്, അത് ഞാൻ ചെയ്യാം എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് എളുപ്പമുള്ള ഒരു ഗെയിമിലോട്ടോ ഒന്നും പോയി നിന്നിട്ടില്ല. എന്തോ പറയാ, മുഖംമൂടി എന്തോ ധരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയുക. ഓക്കെ, താങ്ക് യു. ഷിബിന, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഷിബിന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഉള്ളത് പറയുന്നത്. തെറ്റ് കണ്ടാല് നീ പറഞ്ഞത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ്, നീ ഇങ്ങനെ കളിക്കരുതായിരുന്നു, നീ ഇങ്ങനെ പറയരുതായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഷിബിനയുടെ ഭയങ്കര വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെ പ്ലീസ് ചെയ്യാതെ അഫിയാനാസിന്റെ ഒരു കുറ്റം പെട്ടെന്നൊന്ന് പറഞ്ഞേ. അഫിയാനാസിന്റെ ഇപ്പൊ പെട്ടെന്നൊരു കുറ്റം പറയാൻ എനിക്ക് അങ്ങനെ ഒരു കുറ്റമായിട്ട് തോന്നുന്നില്ല. ബട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുറ്റം എന്നുള്ള രീതിയിൽ. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് 5 ഉണ്ടാവണം ഷിബിന എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ഒരിക്കലും ഞാൻ അതേപോലെയുള്ള ഒരു അഡ്വൈസ് കൊടുക്കില്ല. ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പോകുമ്പോൾ എന്റെ കൈ കൂട്ടിപ്പിടിക്കാനുള്ള ആൾക്കാരെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അഫ്നയ്ക്ക് ഞാൻ ആ ഒരു അഡ്വൈസ് കൊടുത്തത്. ഞാൻ പോകുമ്പോൾ എന്റെ കൈ പിടിക്കാൻ നീ ഉണ്ടാവണം, നീ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കൊടുത്തോട്ടെ. ഓക്കെ. സ്ഥലമില്ലല്ലോടാ നിന്റെ ഡ്രസ്സിൽ.